The sum of m term is equal to sum of r terms of any arithmetic progression, then the sum of m plus r terms will be, നമുക്ക് ആ ക്ലൂ തന്നിട്ടുള്ളത് ആദ്യത്തെ m ടേംസിൻ്റെ സമ്മ്, ആദ്യത്തെ എന്നില്ല, സം ഓഫ് m ടേംസ്, ഏതോ ഒരു m ടേംസ്, അങ്ങനെയൊന്നും പറയണില്ല, m ടേംസിൻ്റെ സമ്മ് ആർ ടേംസിൻ്റെ സമ്മിനോട് ഈക്വലാണ്. അത് മാത്രമേ നമുക്ക് ക്ലൂ ഉള്ളൂ. അതും എന്താണ്, നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷനും കൂടിയാണ്. അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എഴുതാം. സം ഓഫ് എം ടേംസ് ഈക്വൽ ടു സം ഓഫ് ആർ ടേംസ് തന്ന കാരണം അങ്ങനെ തന്നെ. ഇനി നിങ്ങൾ ഒന്ന് ആൻസറൊക്കെ ഒന്ന് നോക്കി നോക്കുക, ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സ്വയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ അങ്ങനെ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ സം ഓഫ് എം ടേംസ് എന്തിനോടാണ്, സം ഓഫ് ആർ ടേംസിനോട് ഈക്വലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇക്വേഷൻ എഴുതാം. ആദ്യം എന്തായിരുന്നു ഇക്വേഷൻ? യെസ്, എൻ ടേംസ് ആണെങ്കിൽ ഈ എമ്മിൻ്റെ പ്ലേസിൽ എൻ കൊടുക്കാം. ഇവിടെ എം ആയി കാരണം m/2 ഇൻറ്റു 2a പ്ലസ് m-1 ഇൻറ്റു ഡി ഇത് കേട്ടോ. ഇതേപോലെ ഇവിടെ ആർ ടേംസ് ആയ കാരണം എന്നിൻ്റെ പ്ലേസിൽ ആറ് കൊടുക്കുക. അപ്പോൾ r/2 ഇൻറ്റു 2a പ്ലസ് n-1 അല്ല r-1 ഡി. ശരിയല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 2 ഉണ്ട്. ഈ 2 ക്യാൻസലായി, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ 2 പോയത് എങ്ങനെയാണെന്നുള്ളത് ചിന്തിച്ചിരിക്കേണ്ട. 2 അങ്ങനെ ക്യാൻസലായി പോയതാണ്. ഇനി എമ്മിനെ ഉള്ളിലേക്ക് എടുക്കാൻ പോവുകയാണ്. ഓരോന്നിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആകെ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യം 2a മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2am. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുണ്ട് അവിടെ? m-1 ഡി ഉണ്ട് അല്ലേ. അപ്പോൾ m അതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് വരും md. m ഉണ്ട്, ഇവിടെ m ഉണ്ട്, ഈ m ഇവിടേക്ക് വരും ഡീനായിട്ട് അല്ലേ. md ഇൻറ്റു ബ്രാക്കറ്റ് തന്നെ കേട്ടോ -1. ശരിയല്ലേ? ഈ എമ്മും ഡിയും മൾട്ടിപ്ലൈ, ഇനി ആരും കൂടി മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്, -m-1 ഈക്വൽ ടു എന്താണ്? ഇതേപോലെ ഇവിടെയും ചെയ്യണേ. ഇവിടെ ആദ്യം 6 ചെയ്യാം. ഒരു മിനിറ്റ്. ആദ്യം 6 ചെയ്യുന്നു. അപ്പോൾ 2a എന്ന് വരും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആരെന്നെ ചെയ്യണം? യെസ്, ഈ ആളെന്നെ ചെയ്യണം. ആരാത്? r-1 ഡി. എങ്ങനെ വേണമെങ്കിലും എഴുതാട്ടോ. ഇതിപ്പോൾ ഞാൻ rd ഇൻറ്റു r-1 എന്ന് എഴുതി, നിങ്ങളതുപോലെ എഴുതണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എഴുതാം, നല്ല ഭംഗിയില്ലേ? ഒരു ഓർഡറൊക്കെ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എനിക്ക് വേണ്ടത് 2a ആണ്. ഓക്കെ, എ ആണ്. ഫസ്റ്റ് ടേം കിട്ടിയിട്ടില്ല, ഡിയും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടേം അങ്ങ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എ ഉള്ള ടേംസ് കണ്ടുപിടിക്കാൻ വിചാരിച്ചു. അപ്പോൾ 2a ഒരുമിച്ച് കൊണ്ടുവരാൻ പോവാം. ഇവിടെ 2a ഉണ്ട്. അപ്പോൾ ഇയാളെ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇയാളെന്തിനപ്പം ഇവിടെ നിർത്തണം, അങ്ങോട്ട് കൊണ്ടുപോകാം. ഡിക്കാരനൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവാണ്. എക്കാരനൊക്കെ ഒരുമിച്ച് എടുത്തു, ഡിക്കാരനൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ എന്ത് വരും? 2am മൈനസ് 2ar എന്ന് വരും, ഈക്വൽ ടു ഇവിടെ ആരുണ്ട്? rd ഇൻറ്റു r-1 ഉണ്ട് അല്ലേ. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. മൈനസ് md ഇൻറ്റു m-1. ശരിയല്ലേ? അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് അല്ലേ? ഇതിലായിരിക്കും. കാരണം ഇയാളെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നു, ഇയാളെ അങ്ങോട്ട് കൊണ്ടുപോയി. ശരിയല്ലേ? ശരിയാ. ഇതിൽ രണ്ടിലും 2a ഉണ്ട് അല്ലേ, കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇയാൾ 2a ഇവിടുന്ന് പോവും, ബാക്കി ഇവിടെ എന്തുള്ളത്? m-r. അപ്പോൾ 2a ഞാൻ ബ്രാക്കറ്റ് എടുത്തു, കളഞ്ഞില്ല. 2a എങ്ങനെ പോയി എന്നുള്ളത് ആലോചിക്കണേ. 2a പുറത്തേക്ക് എടുത്തതാണ്. അപ്പോൾ ഡിവിഷനല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോൾ എമ്മും ആറും മാത്രമേ മൈനസും ഉണ്ട്. അപ്പോൾ m-r. അതാണ് ഞാൻ വെട്ടിക്കളഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നോക്ക്, കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഡി ഉണ്ടല്ലേ. അപ്പോൾ ഡീനെ കോമൺ ആയിട്ട് എടുത്തോ. അപ്പോൾ ഡീനെ കോമൺ ആയിട്ട് എടുത്താൽ ഡി ഇവിടെ നിന്നും പോയി, ഇവിടുത്തെ ഡിയും പോയി, ബാക്കി 6 ഉണ്ട്. 6 ഇൻറ്റു r-1, m ഇൻറ്റു m-1. നോക്കിയേ, ഇവിടെ ഇനി ഒന്നും ഒരു മാറ്റമില്ല. ലെഫ്റ്റ് സൈഡ് സെയിം അതേപോലെ തന്നെ പാറ്റേൺ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല. 6നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 6 ഇൻറ്റു 6 r², 6 ഇൻറ്റു 1
ആറ്. മൈനസൊക്കെ ശ്രദ്ധിക്കൂ. അടുത്തത് ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസ് മറന്നു പോകും. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ എം ഇൻറ്റു എം എം സ്ക്വയർ, എം ഇൻറ്റു 1 എം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എടുക്കുക. അപ്പോൾ എന്ത് വരും? ആർ സ്ക്വയർ 6. കണ്ടോ? ആർ സ്ക്വയർ 6. ഈ ബ്രാക്കറ്റ് ഞാൻ ഉള്ളിലേക്ക് എടുത്തു, മീൻസ് മൈനസ് ഉള്ളിലേക്ക് എടുത്തു. ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ എന്ത് വരും? മൈനസ് ഉള്ളിൽ വന്ന മൈനസ് എം സ്ക്വയർ, മൈനസും പ്ലസ്, അപ്പോൾ പ്ലസ് എം. ഇതുവരെ ഓക്കെ എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ എവിടേക്ക് എത്തി? ആർ സ്ക്വയറും എം സ്ക്വയറും അല്ലേ? അപ്പോൾ ആർ സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഒരുമിച്ച് കൊണ്ടുവന്നേ. അത് കഴിഞ്ഞിട്ട് ഈ ടേംസ് ഒരുമിച്ച് ചെയ്താൽ പോവാം. അപ്പോൾ ആദ്യം പോസിറ്റീവായിട്ടുള്ള ടേം അത് കിടക്കട്ടെ. പോസിറ്റീവായിട്ടുള്ള ആളുകളല്ലേ നമുക്കിഷ്ടം. പോസിറ്റീവായിട്ടുള്ള ആളെന്നെ ആദ്യം എത്തി. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവായിട്ടുള്ള ആളെന്നെ അങ്ങോട്ട് മാറ്റി നിർത്താൻ പാടില്ല. അവരെന്നെ നമ്മൾ പോസിറ്റീവ് ആക്കാം അല്ലേ? മാത്സിൽ അങ്ങനെ പോസിറ്റീവ് ആക്കരുത്, നെഗറ്റീവ് തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൊസൈറ്റിയിൽ ഇറങ്ങി അവരെ നമുക്ക് പോസിറ്റീവ് ആക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ പോസിറ്റീവ് എനിക്ക് നെഗറ്റീവ് ഇഷ്ടമല്ല, പോസിറ്റീവ് ആക്കണം അങ്ങനെയൊന്നും പറയരുത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, നെഗറ്റീവ് തന്നെ. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ. ഇവരെയൊക്കെ ഇങ്ങനെ കാണാൻ ഇഷ്ടമില്ല. നമുക്ക് ഫോർമുല അറിയാം. ആർ സ്ക്വയർ മൈനസ് എം സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? ആർ മൈനസ് എം ഇൻറ്റു ആർ പ്ലസ് എം. അവിടെ എഴുതിയത് നോക്കണ്ട, നിങ്ങൾ സിമ്പിളായിട്ട് എഴുതുക. ഇത് രണ്ടും എന്താണ് ഇങ്ങനെ എഴുതാൻ നമുക്ക് പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസിക്കൽ 2 അല്ലേ? ഏതാ ചാക്കോ മാഷ് പറയുന്ന പോലെ, ആ ഫോർമുലയൊക്കെ പറയുന്ന പോലെ എ പ്ലസ് ബി സോൾ സ്ക്വയർ ആണ് അവിടെ പറയുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസിക്കൽ 2 എ മൈനസ് ബി എ പ്ലസ് ബി അവിടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നോക്കി നോക്കൂട്ടോ. നിങ്ങൾ ആ ഫിലിം കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ എയും ബി ഒന്നുമല്ല, ആർ സ്ക്വയർ മൈനസ് എം സ്ക്വയർ ആണ്. അപ്പോൾ ആർ മൈനസ് എം ആർ പ്ലസ് എം. ഇനി ഇവിടെ എന്തൊക്കെയോ സെയിം. ഇവിടെ നോക്ക്, ഇത് സെയിമാ. ഇവിടെ ഒരാളെന്നെ സെയിം ആക്കാൻ പറ്റില്ലേ? ആരാത്? ആറ് എം ഒക്കെ ഉണ്ടല്ലോ. മൈനസ് മാറ്റിയാൽ മതി അല്ലേ? ഇവിടെ മൈനസ് എം ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് പോസിറ്റീവ് എം ആണ്. ഇവിടെ പ്ലസ് എം ആറാണ്, നമുക്ക് വേണ്ടത് മൈനസ് അപ്പം മൈനസ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അപ്പം മൈനസിനെ നമ്മൾ മുമ്പൊക്കെ പ്രോബ്ലം ചെയ്ത പോലെ മൈനസ് ടേമിനെ പുറത്തേക്ക് എടുക്കുക. മൈനസ് 1നെയോ അല്ലെങ്കിൽ മൈനസ് ടേമിനെ പുറത്തേക്ക് എടുത്താൽ സൈൻ ചേഞ്ച് ആവും. ഓക്കെ, നമ്മളിപ്പോൾ മുമ്പ് നോക്കിയിട്ടുണ്ട്, മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും? അടുത്ത സ്റ്റെപ്പിൽ മൈനസ് ഓഫ് എം മൈനസ് ആർ. എം മൈനസ് മാറ്റി ചേഞ്ച് ആവും അല്ലേ? മൈനസ് എം പോസിറ്റീവുമായി, പ്ലസ് ആറ് മൈനസ് ആറായി. ബാക്കിയൊക്കെ സെയിം ടേമാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടോ? എം മൈനസ് ആർ ഉണ്ട്, ഇവിടെ എം മൈനസ് ആർ ഉണ്ട്, ഇവിടെ എം മൈനസ് ആർ ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? പുറത്തേക്ക് എടുത്തുണ്ടാവും അല്ലേ? കോമൺ ടേമിനെ പുറത്തേക്ക് എടുക്കും. ഓക്കെ, പുറത്തേക്ക് എടുത്തു കേട്ടോ. അങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ക്യാൻസൽ ചെയ്യാം. അത്രയേ ഉള്ളൂ. ക്യാൻസൽ ചെയ്യാനപ്പോൾ പുറത്തേക്ക് എടുത്തേ എന്ന് ചോദിക്കരുത്. അങ്ങനെയാണ് നമുക്ക് ചെറുതാക്കി വരണ്ടേ. നമുക്ക് 2a വേണ്ടേ അല്ലെങ്കിൽ d വേണ്ടേ? 2a = എന്തെന്ന് കിട്ടിപ്പോൾ d ഇൻറ്റു മൈനസ് ആർ മൈനസ് എം പ്ലസ് 1. കുറച്ചും കൂടി ഭംഗിയാവും അല്ലേ? ഈ ഡീനെ അങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയാവും. അപ്പം മൈനസ് ആർ ഡി മൈനസ് എം ഡി പ്ലസ് 1d. 1dയുടെ പാട്ടൊക്കെ ഇനി പാടുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ട്രോള് കിട്ടിയാലോ? ശരിയാവില്ല, ട്രോളില്ല, കാരണം എൻ്റെ ഫേസില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് എം പ്ലസ് ആർ ടേംസ് ആണ്. അതിൻ്റെ ഇക്വേഷൻ അറിയാം. സം അല്ലേ? സം ഓഫ് എം പ്ലസ് ആർ ടേംസ് ആണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എസ് എന്നിൻ്റെ ഇക്വേഷൻ അറിയാം. ഇവിടെ എൻ അല്ല, എൻ പ്ലസ് ആർ ഉണ്ട്, സോറി എം പ്ലസ് ആർ ഉണ്ട്. അപ്പോൾ എൻ ഉള്ളിടത്തൊക്കെ എം പ്ലസ് ആർ വരും. അപ്പോൾ എം പ്ലസ് ആർ ബൈ 2 ഇൻറ്റു 2a. 2a പ്ലസ് എന്നാണ് അവിടെ എഴുതേണ്ടത്. ശരിക്കും എൻ അല്ല അവിടെ ഉള്ളത്, ഇപ്പോൾ എം പ്ലസ് ആർ ആണ്. അപ്പോൾ എം പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു ഡി. ഇനി ഇവിടെ സാധാ ഈ ടേം ഇങ്ങനെ തന്നെ എടുത്ത് എഴുതി.
ബ്രാക്കറ്റ് ഞാൻ ചേഞ്ച് ആക്കുന്നുണ്ട്. കാരണം എനിക്ക് 2a അറിയാം. 2a നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു, ആളെ അങ്ങോട്ട് എടുത്ത് കയറ്റി. പിന്നെ ഈ ഡീനെ ഉള്ളിക്കെടുത്ത് ബ്രാക്കറ്റ് ഇട്ടിട്ട് ബ്രാക്കറ്റിൽ നിന്ന് ഉള്ളിക്കെടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ MD + RD - 1D. ഇവിടെ നോക്ക്, ഇവിടെ -RD ഉണ്ട്, ഇവിടെ +RD ഉണ്ട്. ക്യാൻസൽ ആയില്ലേ? 0 ആവില്ലേ? പിന്നെ ഇവിടെ -MD ഉണ്ട്, ഇവിടെ +MD ഉണ്ട്. ക്യാൻസൽ ചെയ്തു, 0 ആവില്ലേ? ഇവിടെ 1D ഉണ്ട്, ഇവിടെ -1D ഉണ്ട്. ക്യാൻസൽ, 0 ആവില്ലേ? ഈ ടേം മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ ആൻസർ 0യിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു.